വെൽക്കം ബാക്ക് ടു അപ്പൂസ് കിഡ്സ് യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ വരുന്ന വ്ളോഗ് എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ബേസിൽ നമ്മൾ ക്ലേ വെച്ചിട്ട് ഒരു ഔട്ട്ഡോർ സ്ഥലത്ത് നല്ല ഗ്രാസൊക്കെ ആയിട്ട് നല്ലൊരു പോണ്ട് അങ്ങനെ ഒരു കുഞ്ഞാട്ടോ നമ്മൾ ചെയ്യുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കി ക്ലേ ഏതാ എൻ്റെ പുറകിലുണ്ട്. നമുക്ക് വേണ്ടത് ഓരോന്നിങ്ങനെ പുറകിൽ നിൽക്കുക. അപ്പോൾ പോണ്ടിന് വേണ്ടി ബ്ലൂ വേണം. ഈ ഗ്രീൻ ഇവിടെ ഉണ്ട്, റെഡ് ഓറഞ്ച് അതൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ മരത്തിന് ബ്രൗൺ വേണം. പിന്നെ കുറച്ച് വെള്ളം വേണ്ടി വരും നമുക്ക് എന്തെങ്കിലും മിക്സ് ചെയ്യാനൊക്കെ. അപ്പോൾ ഈ 3 കളേഴ്സും നമുക്കിവിടെ നമ്മളെ താഴെ വെക്കാം കേട്ടോ. നമുക്ക് ആദ്യം ഗ്രീൻ വെച്ചിട്ട് ബേസ് കൊടുക്കാവേ. ഞാൻ ഇന്ന് വാങ്ങിയ സാധനം, പക്ഷേ എല്ലാം ഇന്നലെ തീരുന്ന എനിക്ക് തോന്നുന്നു. പക്ഷേ ഇത് ചെറിയ ബേസാണ് ഗൈസ്. ഇത് എടുക്കാൻ കുറച്ച് പാടാണ്. ഇതിങ്ങനെ ഫുള്ള് ചെയ്ത് വരാൻ, കാരണം പിന്നെ ഇത് ചെയ്താൽ പിന്നെ അത് പറിച്ചെടുക്കാൻ ഓക്കെയാണ്. പക്ഷെ ഉണങ്ങിപ്പോയാൽ എന്ന് വെച്ചാൽ അതവിടെ ഒട്ടിപ്പോയാൽ പിന്നെ എടുക്കാൻ പറ്റില്ല. അതൊരു പാടാണ് നമുക്ക്. ആദ്യം ഈ ഷേപ്പിൽ ഇങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട് ഇതിൽ കുറച്ച് ടൂൾസ് തരുന്നുണ്ട് ഗൈസ്. നമുക്ക് ഒരു ടൂളും കൂടെ വേണം, പക്ഷെ ഇവിടെ കാണുന്നില്ല. ഇതാണ് ഗൈസ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ടൂൾ. ഇത് ഞാൻ തോന്നുന്നു എനിക്കിത് വലിയ ഇങ്ങനെ പിടുത്തില്ല. ഇപ്പം എൻ്റെ ഫോൺ സ്വിച്ച്ഡ് ഓഫ് ആവും ഗൈസ്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ചെയ്ത് ചെയ്യാം ഗൈസ്. ഇത് ഒട്ടത്തില്ല, ഭയങ്കര പാടാട്ടോ ഒട്ടാൻ. ഐ തിങ്ക് നമ്മൾ ഗം യൂസ് ചെയ്യേണ്ടി വരും. ഗൈസ് ഞാൻ മിണ്ടാത്തത് എൻ്റെ കോൺസെൻട്രേഷൻ പോകും. നിങ്ങൾക്ക് ഞാൻ വേണമെങ്കിൽ ചെയ്യുന്ന കാണിച്ചു തരാം കേട്ടോ. കുറച്ച് പാടാണ് ഗൈസ് ഇത് ചെയ്തെടുക്കാൻ. നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ ആണെങ്കിൽ സിമ്പിളായി ചെയ്യാം, പക്ഷെ ഇങ്ങനത്തെ സംഭവമൊക്കെ കുറച്ച് പാടാട്ടോ. പക്ഷെ ഞാൻ എങ്ങനെയെങ്കിലും ചെയ്തെടുക്കും ഗൈസ്. നിങ്ങൾ ആക്ച്വലി ഈ സൈഡാണ് കാണേണ്ടത് കേട്ടോ. ഓക്കെ, നമ്മളിത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ ഒരു കൂർത്ത എഡ്ജ് വരുന്ന ഒരു ഭാഗമുണ്ട്. ഇതേ ഒരു എഡ്ജ് പോലെ കണ്ടില്ലേ? അത് വെച്ച് ഇങ്ങനെ കുത്തിയിട്ട് ഗ്രാസിൻ്റെ ഫീല് വരുത്തണം നമ്മൾ. അങ്ങനെ എന്തെങ്കിലും വെച്ച് കുത്തിയാൽ മതി. പക്ഷെ ഇതിങ്ങനെ ഇളകി പോവുകയാണ്. നമ്മളപ്പോൾ ഗമ്മ് വേണം നമുക്ക്. പക്ഷെ ഗമ്മൊന്നും എടുക്കാൻ ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് പെട്ടെന്നൊരു തട്ടിക്കൂട്ട് പണിയല്ലേ. അപ്പോൾ നമുക്ക് ഗമ്മൊന്നും വേണ്ട. നമുക്കിങ്ങനെ വെച്ചിട്ട് ഡിസൈൻ ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെക്കാം ഗൈസ്. എന്തെങ്കിലും ഒരു സ്റ്റിക്കി ആയിട്ടുള്ള വെച്ചിട്ട് ഒട്ടിക്കാം. സ്റ്റിക്കി ആയിട്ടുള്ളത് ഈ റെഡാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ റെഡ് വെക്കാം അവിടെ ആദ്യം. ആ റെഡ് ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. ഇത് ഒട്ടിക്കാൻ കുറച്ച് പാടായിരിക്കും, കാരണം ഒരു പാടാണ് സംഭവം. ഫൈനൽ ലുക്ക് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ കേട്ടോ. ഓക്കെ, നമ്മൾ പുല്ല് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട്. അത് നമുക്ക് ലാസ്റ്റ്. നമ്മൾ ചലഞ്ചൊന്നും ചെയ്യാത്തത് ഞാൻ ഒറ്റയ്ക്ക് എന്ത് ചലഞ്ച് ചെയ്യാനായി. പിന്നെ അപ്പൂൻ്റെ കൂടെ ഒരു വീഡിയോ ഇട്ടിരുന്നു, അതിന് നല്ല വ്യൂ കിട്ടി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണില്ല. ഈ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് ആക്ച്വലി 104 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. 105 ആക്കുന്നു. ഇപ്പോൾ 7 മണി കേട്ടോ സമയം. ഓക്കെ, അപ്പോൾ അത് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പോണ്ട് ഉണ്ടാക്കാം. എനിക്ക് വലിയ പിടുത്തമില്ലാത്ത പണിയാണ്, അതുകൊണ്ട് തെറ്റുകളുണ്ടാകും. ഒന്നും ആരും ഒരു കാര്യമാക്കണ്ട. നമുക്ക് എല്ലാം പുറത്തെടുക്കാം കേട്ടോ. കാരണം തീർക്കണ്ട, നല്ല ക്ലേ അല്ലേ. പക്ഷെ ഇതൊന്നും തീർക്കാൻ തോന്നൂല എനിക്ക് ഗൈസ്. നല്ല സോഫ്റ്റ് ആട്ടോ. നീ ഇപ്പോൾ അൺബോക്സ് ചെയ്യുന്നത് എനിക്കിത് അൺബോക്സ് ചെയ്യാൻ ആഗ്രഹം ഇല്ലായിരുന്നു. എന്നാലും കുഴപ്പമില്ല, അൺബോക്സ് ചെയ്യാം. ഓക്കെ ഗൈസ്, അത് നമുക്ക് അപ്പൂസ് വരുന്നുണ്ട്. നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു വെക്കാം. ഓക്കെ ഗൈസ്, യു ക്യാൻ ഗോ. പക്ഷെ ഒന്നും മിണ്ടരുത്. ഓക്കെ ഗൈസ്, അപ്പോൾ അവർ പോവാൻ പോവാണ്. നോ ഗൈസ്, അപ്പോൾ അപ്പൂസ് കുളിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഓനെ ക്യാമറയെ കാണിക്കേണ്ടതാണ് ഓൻ പറയണത്. അപ്പോൾ ഓൻ അതിലോട്ട് പോയിക്കോട്ടെ, നമുക്ക് ഇങ്ങോട്ടിരിക്കാം. ഓക്കെ ഗൈസ്, ഓരിപ്പോൾ അതിലോട്ട് പോകും. നമുക്ക് ഇങ്ങോട്ടിരിക്കാം കേട്ടോ. ഓക്കെ, അപ്പം നമ്മളിത് ഇവിടെ പോണ്ടിൻ്റെ പണിയിലാണ് ഗൈസ്. നമുക്ക് പെട്ടെന്ന് തീർക്കണം, കാരണം നമ്മൾ ടൈം ഈസ് വെരി കമ്മി. ഇതിങ്ങനെ അടുപ്പിക്കാം കേട്ടോ. കുറച്ച് ലാൻഡും ഇതിങ്ങനെ അടുത്ത് നിന്നോട്ടെ. എവിടെ ഷേപ്പർ അവിടെ പോയി? അയ്യോ, ഇത് ഷേപ്പറല്ല. ഓക്കെ, ഇതിങ്ങനെ പരത്തുന്ന സാധനം കേട്ടോ.
പക്ഷെ നമുക്കതൊന്നും ആവശ്യമില്ല, നമുക്ക് നമ്മളെ കൈ മതി. ഇങ്ങനെ അടുത്ത് തീരം പോലെ ഇങ്ങനെ നിൽക്കണ പോലെ കേട്ടോ ഞാൻ വെച്ചേക്കണേ. ഈ സൈഡ് കുളമുണ്ടല്ലോ, കുളമല്ലോ ഗൈസ്. എനിക്കിത് വലിയ പിടുത്തമൊന്നുമില്ല, പക്ഷെ ഞാനൊരു ഊഹത്തിനിങ്ങനെ ചെയ്തു പോവുകയാണ്. വല്ല തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. നമ്മൾ പോണ്ടാട്ടോ ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു വേലി കെട്ടിക്കൊടുക്കാം, കുട്ടികളൊക്കെ ചാടി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അത് നമുക്ക് ഐ തിങ്ക് നമുക്ക് ഈ ഒരു ബ്രൗണിഷ് കളർ യൂസ് ചെയ്യാനാണ്. ഇത് റെഡിൻ്റെ കൂടെ ഓറഞ്ച് മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കിയതാട്ടോ ഗൈസ്. നമ്മളിപ്പോൾ ഗ്രീൻ കളറും ബ്ലൂ കളറും പിന്നെ അതേ ഓറഞ്ചും ആണ് പൊട്ടിച്ചേക്കുന്നത്. പക്ഷെ ഓറഞ്ച് ഉണങ്ങി ഏകദേശം, അപ്പോൾ ഓറഞ്ച് ഇനി ഉപയോഗിക്കാൻ പറ്റില്ല. ഞാൻ ഓറഞ്ച് ഒരു പൂവാക്കാമെന്ന് വിചാരിച്ച, പക്ഷെ ഇനി ഓറഞ്ച് നടക്കത്തില്ല. അതുകൊണ്ട് നമുക്ക് ഓറഞ്ച് മാറ്റി വെക്കാം. നമുക്ക് വേലി കെട്ടാം ഗൈസ്. ആ സമയം കൊണ്ട് ഇതേ വേലിക്ക് ഇതേ ബ്രൗൺ എടുത്തിട്ടുണ്ട് നമ്മൾ. അപ്പോൾ അവിടെ ഭയങ്കര സൗണ്ടിലാണ് സംസാരിക്കുന്നത്, നമുക്ക് നല്ല സൗണ്ട് സംസാരിക്കേണ്ടതുണ്ട്. നമ്മൾ ആദ്യം ഇവിടെ ഇങ്ങനെ ഒരു വേലി വെക്കുക കേട്ടോ. അതിങ്ങനെ പൊന്തിച്ച് പോവാം ഗൈസ്. ഐ തിങ്ക് നിങ്ങൾക്ക് ഫൈനൽ ലുക്ക് കാണിച്ചു തരാം. ഓക്കെ, എന്നാലും കുഴപ്പമില്ല, നിങ്ങൾ കണ്ടോ ഗൈസ്. അപ്പം നമ്മൾ ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൂസ് കുളിച്ചിറങ്ങിയിട്ടുണ്ട്. അമ്മോ എന്തൊരു സൗണ്ട് ഗൈസ്. അപ്പം നമ്മളിവിടെ വേലി കെട്ടുകയാണ്, കുട്ടികളൊന്നും വിൽക്കാൻ പാടില്ല ഗൈസ്. ഇപ്പം മേലേന്ന് നോക്കിയാൽ ഇങ്ങനെ കേട്ടോ ഉള്ളത്, ഒരു കുഴപ്പമില്ലാത്തൊരു രീതിയിലുണ്ട്. ഇനി മരവും കൂടെ വെച്ചാൽ പിന്നെ ഒരു റാബിറ്റിനെ ഉണ്ടാക്കണമെന്നുണ്ട്. അതിനാണ് ഞാൻ വെള്ളം ആക്ച്വലി എടുത്തത്. പക്ഷേ ഇതിലൊരു അരയന്നം അങ്ങനത്തെയൊക്കെ വെക്കാം, പക്ഷേ ആക്ച്വലി എനിക്ക് അത്ര കഴിവൊന്നുമില്ല, അതുകൊണ്ടാണ് ഞാൻ അതൊന്നും വെക്കാത്ത കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നല്ല അടിപൊളിയാണ്. അപ്പോൾ നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് ചെയ്യുകയാണ് ഗൈസ്. ഓക്കെ ഗൈസ്, നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് കേൾക്കുന്ന സൗണ്ട് ഒന്നും മൈൻഡ് ചെയ്യരുത് ഗൈസ്. അപ്പോൾ നമ്മളിത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഗൈസ് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല ഗൈസ്. ഓക്കെ ഓക്കെ ഗൈസ്. അപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഗൈസ്. നമുക്ക് വീഡിയോ എടുക്കാം ഗൈസ്. അപ്പോൾ നമ്മളിത് പോണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ പോണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പോലെ അപ്പൂസ് കേട്ടോ ഗൈസ്. ഞാൻ മിണ്ടാതിരുന്നതാണ്, നമുക്കൊരു അരയന്നത്തിന് ഉണ്ടാക്കി നോക്കാം. നല്ല ടൈം പോകുന്നുണ്ട്, നമുക്ക് നല്ല ടൈം ലാഗ് വരുന്നുണ്ട്. പെട്ടെന്ന് ചെയ്യണം പണികൾ, അല്ലെങ്കിൽ നമ്മൾ ഇത് അപ്ലോഡ് ചെയ്യത്തില്ല കേട്ടോ. അപ്പോൾ അരയണത്തിന് റാബിറ്റ് ആയിരിക്കും മോർ എനിക്ക് പറ്റുക. എനിക്ക് റാബിറ്റ് ഉണ്ടാക്കാം, ഒരു ബണ്ണീനെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഫസ്റ്റ് ബോഡി സ്നോമാൻ ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. അതിൻ്റെ ബോഡിയാണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത്. ഒരു ഓവൽ ഷേപ്പിലെടുക്കുക കേട്ടോ. ഇത് തലയല്ല, ബോഡി. അപ്പോൾ നാളെ നമ്മളൊരു സമ്മർ ക്യാമ്പിന് പോകുന്നുണ്ട് ഗൈസ്. നമ്മളവിടെ ഉറപ്പിച്ചിട്ടില്ല, നമ്മളൊന്ന് പോയി നോക്കുകയാണ്. നമുക്ക് ബ്ലാക്ക് വേണം ഗൈസ്, കാരണം നമുക്ക് കണ്ണ് വേണ്ടേ. ഓക്കെ, അപ്പോൾ നമ്മൾ ബ്ലാക്ക് എടുത്തിട്ടുണ്ട്. നമ്മൾ പെട്ടെന്ന് ചെയ്യണം. നമ്മൾ അരയനല്ല കേട്ടോ, റാബിറ്റ് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു റാബിറ്റാണ്. അപ്പോൾ റാബിറ്റ് ഇങ്ങനെ കാല് വളഞ്ഞായിരിക്കും ഇരിക്കുന്നത്. ഐ തിങ്ക് ഇറ്റ്സ് ബി അരയനായിരിക്കും എനിക്ക് കൂടുതലും കൂടെ ഒരു ഗൈസ് അരയന. ഒയ്യോ ഗൈസ്, എനിക്ക് മര്യാദയ്ക്കൊരു മഞ്ഞ കളറിൽ ചെയ്തുകൂടായിരുന്നു. ഇത് മഞ്ഞ കളറിൽ ചെയ്തിരുന്നെങ്കിൽ, മഞ്ഞ കളർ ഉണ്ട് ഗൈസ് കയ്യിൽ, ഞാൻ കാണിച്ചു തരാം. അമ്മേ ഇതേ മഞ്ഞ കളർ ഉണ്ട്. ഇത് വെച്ച് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് താറാവാക്കായിരുന്നു. വേണ്ട താറാവാക്കണ്ട, അരയനം തന്നെ മതി. നമുക്കിനി കണ്ണ് വെക്കാൻ ബ്ലാക്ക് പൊട്ടിക്കാം. നമ്മളടുത്ത് അരയനത്തിലേക്ക് കിടക്കാൻ കാരണം ബ്ലാക്ക് ഓൾറെഡി പൊട്ടിച്ചതാട്ടോ ഗൈസ്. അപ്പോൾ കണ്ണ് ചെറുത് വേണം നമുക്ക്. ചെറിയൊരു സാധനം എടുത്തിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഇതവിടെ ഇങ്ങനെ കണ്ണ് വെക്കാനാണ് തോന്നുന്നു. ഒരു സാധനം ഇങ്ങനെ ഒരു വെച്ചിട്ടുണ്ട്, അതിൻ്റെ മുകളിലേക്ക് അത് മെല്ലെ എടുക്കണം കേട്ടോ ഗൈസ്. കണ്ണൊക്കെ കറക്റ്റ് ഷേപ്പായില്ലെങ്കിൽ പണി കിട്ടും. മെല്ലെ എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് വെക്കുക കേട്ടോ. ഈശ്വര, കുറച്ച് വലുതായിപ്പോയി, കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. ഓക്കെ ഗൈസ്, ആക്ച്വലി ഞാൻ ഒരു വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് ഒരു ഓറഞ്ച് കാണിച്ചു തരാം കേട്ടോ. എനിക്കിഷ്ടം അങ്ങനെ താറാവിനെയൊക്കെ ഉണ്ടാക്കാം, പക്ഷെ എനിക്ക് വലിയ പിടുത്തല്ല. ഞാൻ ഒരു എക്സ്പെരിമെൻ്റ് പോലെ ചെയ്തതാണ്, സക്സസ് ആയിരിക്കും. അപ്പം നമുക്കിനി അങ്ങനത്തെ വീഡിയോസൊക്കെ ഇടാം കേട്ടോ. പക്ഷെ ക്ലേ തീർന്നാൽ പണിയാണ്. ഈ അടുത്ത കണ്ണുണ്ട് കറക്റ്റ് അല്ലേ? ഓക്കെ.
സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വേണ്ടത് എന്ന് പറയുന്നത് അടുത്തെന്താ വേണ്ടത്? ചുണ്ടിന് കുറച്ച് റെഡ് എടുക്കുക കേട്ടോ. ഫാൻ ഇട്ടുകൊണ്ട് ഈ ഓറഞ്ച് ഉണങ്ങുന്നുണ്ട്, ബ്ലൂ ഉണങ്ങുന്നുണ്ട്, ഇത് ഗ്രീൻ ഉണങ്ങുന്നുണ്ട്, അങ്ങനെ കുറേ നല്ല നല്ല കളേഴ്സ് ഉണങ്ങുന്നുണ്ട്. കൊക്കല്ലേ, കൊക്ക് മഞ്ഞല്ലേ? കുഴപ്പമില്ലല്ലേ? ഓ ഞാൻ ഇത്ര ഉണ്ടാക്കിയിട്ടുള്ളൂ ഗൈസ്, നമുക്ക് ഇത്ര മതി. അപ്പം ഇത് നമുക്ക് ഇവിടെ വയ്ക്കാമല്ലേ? ഇങ്ങോട്ട് പോകുന്ന താറാവായിക്കോട്ടെ. ചെറിയ പോണ്ടിലിട്ട് എന്നെ കുറ്റം പറയും കേട്ടോ ആൾക്കാർ. നോക്ക്, നല്ല രസമുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അല്ല അയ്യോ, ബെസ്റ്റ് കണ്ണാ ബെസ്റ്റ്. ഇനി ഇതൊരിക്കലും പുറത്ത് പോരത്തില്ല. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, അയ്യോ ഇനിയിപ്പോൾ ഒരു കുട്ടീനെ ഉണ്ടാക്കാം. ഇത് അമ്മത്താറാവാണേ. അയ്യോ അമ്മത്താറാവ് അവിടെ കുടുങ്ങി. ഇനി അമ്മത്താറാവിനെ അവിടെ നനക്കാൻ പറ്റത്തില്ല. ഇത് നമുക്ക് ഇങ്ങനെ എടുക്കാം കേട്ടോ വേണമെങ്കിൽ ഗൈസ്. നിങ്ങൾക്ക് ഇങ്ങനെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് മാറ്റാം. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ അവിടെ സ്റ്റിക്ക് ചെയ്യാൻ തീരുമാനിച്ചു എന്തായാലും. അമ്മത്താറാവിനെ ഒരു പോണ്ടിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി അമ്മത്താറാവിനെ അവിടെ നനങ്ങാൻ പറ്റത്തില്ല. നമുക്കൊരു കുട്ടി താറാവിനെ ഉണ്ടാക്കാം. ക്യൂട്ട് ഫേസ് വേണം കേട്ടോ. ബണ്ണീനെയായിരുന്നു ഞാൻ വിചാരിച്ചത്. എനിക്ക് അങ്ങ് ഒക്കണില്ല ബണ്ണി ഒന്നും സഹകരിക്കുന്നില്ല. എന്താ അല്ലേ ഈ ബണ്ണികളെയൊക്കെ ഒരു ഡിമാൻഡ്. എന്തായാലും ഒരു കുട്ടീനെയും കൂടെ ഉണ്ടാക്കാൻ ശ്രമിക്കാം. പറ്റിയില്ലെങ്കിൽ ഞാനിത് അവിടെ വെച്ച് നിർത്തും ഗൈസ്. ഒരു തല കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു ഓവൽ ഷേപ്പ് എടുക്കാം. നല്ല രസമുണ്ട്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ ഈ ക്ലേ വേണമെങ്കിൽ മുന്നിൽ നിന്ന് മാറ്റിത്തരാം, അപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ. ഓക്കെ ഗൈസ്, ആക്ച്വലി ഞാനിത് ചെയ്യണത് കുറച്ച് ലേറ്റായിട്ടാണ്. അപ്പോൾ ഗൈസ് ഞാനിപ്പോൾ ഇത് ഇവിടെ വെച്ച് നിർത്തുകയാണ്. എൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ അതിൻ്റെ പാർട്ട് 2 ഞാൻ എടുക്കാം ഗൈസ്. അപ്പോൾ പാർട്ട് 1 ഇത്രേ ഉള്ളൂ. പാർട്ട് 2ക്ക് വേണ്ടി വെയിറ്റ് ഗൈസ്. ഞാനപ്പോൾ പാർട്ട് 2 എടുക്കട്ടെ. പാർട്ട് 2ക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ.